ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഇന്ദീവരം തറവാട്ടിൽ വലിയൊരു പൊട്ടിത്തെറിക്കുള്ള വഴികൾ തുറന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അക്കൗണ്ട് കാര്യങ്ങളിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്നും അതെല്ലാം മഹേശ്വരൻ നടത്തിയതാണെന്നൊക്കെ ജഗൻ ഭാര്യയോടും പിങ്കിയോടും പറയുന്നു. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനതൊക്കെ സൂചിപ്പിച്ചതാണെന്നുള്ള കാര്യം പിങ്കി പറഞ്ഞു. ഞാൻ കേട്ടായിരുന്നു, അതൊക്കെ മലയ്ക്ക് മുകളിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണെന്നും പക്ഷെ ബാക്കിയൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നും കോടികളുടെ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്, അതിൻ്റെതായ പേടിയാണ് ഏട്ടനുള്ളത്, അതാണ് അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറയണം. ഇന്ദീവരം എസ്റ്റേറ്റിന്റെ ഇതുവരെയുള്ള മുഴുവൻ കണക്കുകളും മേശപ്പുറത്ത് വെക്കണം, ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജഗൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വയലന്റ് ആവുക. അപ്പൊ ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക കേട്ടോ, ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു ഇതില്. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേശ്വരൻ മൊത്തത്തില് തട്ടിപ്പുകാരനും കള്ളനൊക്കെ ആയി എന്നുള്ളൊരിത്. അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. അതേസമയം പിറ്റേ ദിവസം ആയപ്പോഴേക്കും വീട്ടുജോലി മുഴുവൻ മോഹിനി നിന്ന് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ പിങ്കി സൈഡിൽ നിൽക്കുന്നു. പവിത്ര അതുവഴി വന്നു. പവിത്ര ജീവനം കൊണ്ട് ഓടി, ആരും കാണാതെ. കാണരുതേ കാണരുതേ എന്ന് പ്രാർത്ഥിച്ച് ഓടുന്നത്. മോഹിനിയാണെങ്കിൽ കലികേറി മുഴുവൻ പണിയും ചെയ്യുക കേട്ടോ. തുടയ്ക്കുന്നു, അടിക്കുന്നു, വാരുന്നു, പാത്രം കഴുകുന്നു, തുണി അലക്കുന്നു, ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്നു, ബാത്റൂം കഴുകുന്നു. ഇനി ചെയ്യാനായിട്ടുള്ള പണികൾ വേറെ ഒന്നുമില്ല, മൊത്തം ചെയ്തു. എല്ലാ പണിയും ചെയ്ത് നടു ഒടിഞ്ഞു, കഴുത്തു ഒടിഞ്ഞു, അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുക. അപ്പോഴേക്ക് പിന്നെയെന്നും പറഞ്ഞ പവിത്ര, എൻ്റെ അമ്മേ വല്ലാത്ത കാലക്കേടായിപ്പോയി, ഒരു 10 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇത്രയും ജോലി ഒരു ദിവസം കൊണ്ട് എടുത്തിട്ടില്ലെന്നൊക്കെ മോഹിനി ഇരുന്ന് പറയാം. ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കട്ടെ. ഷോ എന്നും പറഞ്ഞു. എൻ്റെ അമ്മേ, എൻ്റെ എല്ല് വെള്ളമായി, എൻ്റെ ഈശ്വര എന്തു വരേണ്ട നേരത്താണ് പവിത്ര എൻ്റെ കാലിന്ന് തിരുമടി എന്ന് പറഞ്ഞ് മോഹിനിയെ കൊണ്ട് മോഹിനി പവിത്രയെ കൊണ്ട് കാലൊക്കെ തിരുമിപ്പിക്കുന്നു. പറയുന്നത് കേൾക്കാതെ ഓരോരോ പണി ഒപ്പിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചു. അതേടി, നീയൊക്കെ കാരണം ഞാനിപ്പോൾ ഇത് അനുഭവിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഗാഥയെ കുറ്റക്കാരിയാക്കുകയും അതുപോലെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തതല്ലേ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമമെന്നാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഡയലോഗ് നമ്മുടെ പവിത്ര അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണം. അതിന്റെ സങ്കടം മാറ്റാനേ ലക്ഷ്മി അമ്മ വെളിച്ചനും കൂടി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്ത് ഗിഫ്റ്റ്? അത് പിന്നെ അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും അതൊട്ടും കുറഞ്ഞു പോകാനൊന്നും വഴിയില്ല, വിലപിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കും, അത് തീർച്ചയാണെന്നൊക്കെ അന്നേരം പറഞ്ഞു പവിത്ര മോഹിനിയോട്. ഇന്ദീവരം തറവാട്ടിലെ ജന്മാവകാശം എഴുതി കൊടുത്ത് അവളിവിടെ കുടിയിരുത്തുവോ, അവര് രണ്ടുപേരും കൂടി ചേർന്നെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അങ്ങനെ വന്നാലേ രക്ഷകയായി നന്ദയ്ക്ക് തന്നെ പണി കിട്ടിയാനല്ലേ എന്ന് ചോദിച്ചു. അവള് വലിയ മഹാമനസ്കയായ സ്ത്രീയല്ലേ, അവകാശം കൊടുത്താലും അവൾ അതിനെപ്പറ്റി ഒന്നും പറയില്ല എന്ന് പിങ്കി. അവളെ പുറത്താക്കാനേ നമ്മൾ ചെയ്തതെല്ലാം ഇപ്പൊ അവൾക്ക് വലിയ ഗുണമായിക്കൊണ്ടിരിക്കുകയാണല്ലോ പിങ്കി, ഇതും വലിയ അപകടമാണെന്ന് മോഹിനി അന്നേരം പറഞ്ഞു. ഇപ്പൊ കിട്ടി ഈ സന്തോഷവും സ്നേഹവും മുതലാക്കി അവളിവിടെ വേരുറപ്പിച്ച് നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാ. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. അങ്ങനെയെങ്ങാനും അവളിവിടെ വേരുറപ്പിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പഠിപ്പിച്ചു വലിയ നിലയിലാക്കി ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ടാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പിങ്കി ചോദിച്ചു. ഇന്ദീവരം തറവാട്ടിൽ നിന്ന് നല്ലൊരു തുക വല്ലയിടത്തുനിന്ന് വന്നവള് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു മോഹിനി. അയ്യോ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ട മുതൽ അത് ഓർമ്മ വേണം എന്നുള്ള കാര്യം മോഹിനി അന്നേരം പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതിന് തടയിട്ടേ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നവരവിടെ ഇരുന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഇനി അടുത്തത്. അങ്ങനെ അവളുടെ അമ്മ ആ നാട്ടിൽ അല്പം വിലസുന്ന ജാതിയാണെന്നല്ലേ വാവച്ചൊരു അമ്മാവനൊക്കെ പറഞ്ഞത്. അവരൊരു ചീത്ത സ്ത്രീയാന്ന് തന്നെയാ പറഞ്ഞതെന്ന് മോഹിനിയും പറഞ്ഞു പിങ്കിയോട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇതിനകത്ത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അത് തന്നെ നമുക്കെടുത്ത് അടിച്ചു നോക്കാം. ഗിഫ്റ്റൊക്കെ വാങ്ങി സന്തോഷിച്ചു വരുമ്പോ അമ്മയുടെ ചരിത്രം മുഴുവൻ വിളമ്പി അപമാനിക്കണമെന്നുള്ള കാര്യം പിങ്കി അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ മോഹിനിക്കും പവിത്രയ്ക്കും വളരെ സന്തോഷമായി. നമ്മൾ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അത് അവൾക്ക് താങ്ങാൻ കഴിയില്ല, അവൾ അത് താങ്ങരുത് എന്നും അമ്മാതിരി ആവണം നമ്മുടെ നീക്കമൊന്നും പിങ്കി. ശരി, അവളുടെ അമ്മയുടെ കഥ പറഞ്ഞ് അവളുടെ സ്വൈര്യം കെടുത്തണം നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി. അങ്ങനെ ഇവർ 3 പേരും കൂടി ആ നിരപരാധിയെ കൊണ്ട് അങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്നു. പക്ഷെ ഇത്തവണ പറ്റിയതുപോലൊരു അബദ്ധം നമുക്ക് ഇനിയും പറ്റരുത്, നമ്മൾ വളരെയേറെ സൂക്ഷിക്കണമെന്ന് പിങ്കി പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കഴിഞ്ഞ 2 പ്ലാനും ചീറ്റിപ്പോയി, അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം ഇനി നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാനെന്നും പറഞ്ഞു. അപ്പൊ ശരി, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവറ്റകൾ ഇങ്ങനെ നിന്ന് പ്ലാൻ ചെയ്യുക. എന്തായാലും പിങ്കിയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് തന്നെയാട്ടോ. അങ്ങനെ അവരതെല്ലാം തീരുമാനിച്ചുറപ്പിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിങ്കി ഗൗതത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. അതെ, പിങ്കി ഒന്ന് കാണണമെന്നും പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നും 2 ദിവസമായിട്ട് ഞാൻ വിചാരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അതിനെന്താ, ഞാനിവിടെ ഫുൾ ടൈം ഫ്രീ അല്ലേ എന്ന് പിങ്കി ചോദിച്ചു. എപ്പോ വേണമെങ്കിലും ഗൗതത്തിന് എന്നോട് സംസാരിക്കാലോ, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണോ ഇവിടെ ചില നേരം പോക്കുകളൊക്കെ ഒപ്പിക്കുന്നതെന്ന് ചോദിച്ചു ഗൗതം. മനസ്സിലായില്ല. ആളുകൾ വിനോദത്തിന് വേണ്ടി പുസ്തകം വായിക്കുക, പാട്ട് കേൾക്കുക, TV കാണുകയും ഒക്കെയാണ് ചെയ്യുക.
ഇവിടെ ഇന്ദീവരത്തിലെ ചിലർക്ക് ആരെങ്കിലൊക്കെ ദ്രോഹിച്ച് അവർ പിടയുന്നത് കാണുന്നതാണ് വിനോദം എന്നുള്ള കാര്യം ഗൗതം പറഞ്ഞു. വീട്ടിലെ കാരണവത്തി എന്ന നിലയിൽ വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയിലെ പിങ്കി വന്നപ്പോൾ കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. അതിനിപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാ ഗൗതം? ഈ ചോദ്യത്തില് അതിന്റെ ഉത്തരവുമുണ്ടല്ലോ പിങ്കി. ഞാൻ ഗാഥയുടെ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു പാവം പെൺകുട്ടി, അവൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. അവളെ ഇതുപോലെ ദ്രോഹിക്കാൻ പിങ്കിയോട് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാ പിന്നാലെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതോ? ഒന്നുമില്ലെങ്കിലും PhD ഉള്ള ഒരു സ്കോളർഷിപ്പുകാരിയല്ലേ, ഇതുപോലെയൊക്കെ തരുന്നാണ് പോകാവോ പിങ്കി എന്ന് ചോദിച്ചപ്പം അയ്യോ ഞാൻ ആ മിണ്ടാപ്രാണികൾ എന്താ പിഴച്ചതെന്ന് ചോദിച്ചു. ഗാഥയെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി വേറെ ഒരു വഴിയും കണ്ടില്ല അല്ലേ? ആ മിണ്ടാപ്രാണികളെ കൊല്ലണമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും പിങ്കി ഇങ്ങനെ നിൽക്കുക തലയും കുമ്പിട്ട്. ആരെങ്കിലും പരാതി കൊടുത്താലേ കൊല്ലാൻ പ്രേരിപ്പിച്ചവരും അതിന് വിഷം വെച്ചവരും തൂങ്ങും, അറിയാവോ എന്ന് ചോദിച്ചു. എന്തോരമാണ് പിങ്കിയെക്കുറിച്ച് കേൾക്കുന്ന ആ ഓരോ പരാതികളൊന്നും അറിയാവോ എന്നൊക്കെ ചോദിച്ചു. പെരുമാറ്റത്തിലെങ്കിലും കുറച്ച് മാന്യത ഇനിയെങ്കിലും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിങ്കി, അതാണ് പിങ്കിയോട് എനിക്ക് പറയാനുള്ളതെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി. പിങ്കി അന്നേരത്തിന് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അവളാണ് എൻ്റെ പേരിൽ പറഞ്ഞു കൊടുത്തത് എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ മഹേശ്വരനും ലക്ഷ്മിയും മോഹിനിയും അതുപോലെ പിങ്കിയും പവിത്രയും ഇവരെല്ലാവരും കൂടി ഇരിക്കുക. അപ്പൊ കുറച്ചു നേരം ആയല്ലോ ഞങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചിരുത്തിയിട്ട് പോയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്ന് പിങ്കി പറഞ്ഞു. പോകാം, വരട്ടെ, നമ്മുടെ ഗാഥമോള് ഒന്നിങ്ങോട്ട് വന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അന്നേരം പറയാം. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പോഴേക്കും ഗാഥ അങ്ങോട്ടേക്ക് വന്നു. ഗാഥയെ എല്ലാവർക്കും ഒപ്പം ഇരുത്തി. അങ്ങനെ ഒപ്പം ഇരുത്തിയിട്ട് ലക്ഷ്മി നമ്മുടെ ഗാഥയോട് ചെയ്ത തെറ്റിനെ പറ്റിയും ഗാഥ ചെയ്യാത്ത തെറ്റിന് ഗാഥയെ ശിക്ഷിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഗാഥയോട് ക്ഷമയൊക്കെ ചോദിക്കുക. അപ്പം അയ്യോ ആൻറ്റി എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് ഗാഥ പറഞ്ഞപ്പം മോള് നോക്ക്, മോളുടെ അമ്മയെ പോലെ കണ്ട മോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് മഹേശ്വരൻ ഇങ്ങനെ അമ്പരന്നിരിക്കും കേട്ടോ സന്തോഷം കൊണ്ട്. അപ്പോൾ ചെയ്തു പോയ തെറ്റിന് ഈ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രായശ്ചിത്തമോ ഒന്നും ഒരു പരിഹാരമാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഒരു ചെറിയ സന്തോഷമായിട്ട് ലക്ഷ്മി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് വരട്ടെ അമ്മായി എന്ന് പിങ്കി അന്നേരം പറഞ്ഞു. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ എന്താ സംഭവം എന്ന്. ഇങ്ങനെ ഒരു അതിഥി ഇവിടെ കുറച്ചു കാലം താമസിക്കുന്നത് കൊണ്ടോ ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത് കൊണ്ടോ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്ന് പറഞ്ഞപ്പോഴേക്കും മഹേശ്വരൻ ഇങ്ങനെ നോക്കുക കേട്ടോ ആ പക്ഷേൽ എന്താ ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഗാഥയ്ക്കും ടെൻഷനായി. ഒരു കൂരയ്ക്കുള്ളിൽ അന്തി ഉറങ്ങുന്നവർ തമ്മിൽ പരസ്പരം ഒന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട ആ ഒരു ആവശ്യമെങ്കിലും ഇല്ലേന്ന് ചോദിച്ചു. അത് വേണം, പിങ്കിമോളുടെ മുന്നിൽ തന്നെ ഗാഥമോള് നിൽപ്പുണ്ടല്ലോ, ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞു. അല്ല, ഒരു വീട്ടിൽ താമസിക്കുമ്പോഴേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് മോഹിനി. എൻ്റെ മോഹിനി, ഞാൻ അതല്ലേ പറഞ്ഞത്, എന്താന്ന് വെച്ചാ നിങ്ങൾ മോളോട് ചോദിക്കാനായിട്ട് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. വാവച്ചൻ പറഞ്ഞ ഗാഥയെ പറ്റി ചിലതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഗാഥയുടെ അമ്മ തനിച്ചാ താമസം എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതേ നമ്മുടെ ഗാഥയുടെ നെഞ്ചെടുപ്പ് തുടങ്ങി, മഹേശ്വരന്റെ നെഞ്ചെടുപ്പ് തുടങ്ങി, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോ ഗാഥയ്ക്ക് അച്ഛനില്ല അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോൾ മഹേശ്വരൻ ഞെട്ടിയിട്ടോ. അപ്പൊ ഗാഥയെ മാനസികമായിട്ട് ഇങ്ങനെ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ ആക്കുക. അപ്പോൾ ഗാഥ ഇങ്ങനെ അച്ഛനില്ലാതെ ജനിച്ചതാണ്, അമ്മ ചീത്തയാണ് എന്നൊക്കെയാണ് അറിഞ്ഞത് തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഗാഥയെക്കുറിച്ച് പറയുകയാണ് ഈ മോഹിനി. അതൊക്കെ കേട്ട് ഗാഥ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയം ആരാ പറഞ്ഞത് ഗാഥ അച്ഛനില്ലാത്ത കുട്ടിയാണെന്നും ചോദിച്ചുകൊണ്ട് നന്ദ അങ്ങോട്ടേക്ക് വന്നു. നന്ദ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവറ്റകളുടെ ഒക്കെ വായൊക്കെ താനെ അങ്ങ് അടഞ്ഞു. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അവരെന്നേരത്തേക്കും അവിടെ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗാഥ കരഞ്ഞ മട്ടിൽ അങ്ങനെ ഇരിക്കുക. ഗാഥയ്ക്ക് അച്ഛനുണ്ട് എന്ന് നമ്മുടെ നന്ദ പറയാം. അപ്പോഴത്തേക്കും മഹേശ്വരൻ ഞെട്ടി. മഹേശ്വരനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നന്ദയെ തന്നെ. നന്ദയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ വന്ന് നിൽക്കുക. അതായത് ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കിയ വഴക്കാണെന്ന് ആ ഒരു ഇത് അറിയാവുന്നത് കൊണ്ട് ആ ആളിന്റെ ഊരും പേരും നാളും ഒക്കെ അറിഞ്ഞെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉറക്കം വരുമെന്നുണ്ടെങ്കിൽ. അപ്പോഴേക്കും മഹേശ്വരൻ ഞെട്ടി ഇങ്ങനെ നോക്കുവാണേ. അത് പറയാം എന്ന് നമ്മുടെ നന്ദ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. തൽക്കാലം നിങ്ങളുടെ അവഹേളന ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് തരാൻ ഗാഥയ്ക്ക് മനസ്സില്ല. നിങ്ങളുടെ ഒരു ഔദാര്യവും ഗിഫ്റ്റോ അവൾക്ക് വേണ്ട എന്നും പറഞ്ഞു നന്ദ. വാ ഗാഥേ വാ എന്ന് പറഞ്ഞ് നന്ദ ഗാഥയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഗാഥ പോകാതെ ലക്ഷ്മിക്ക് അരികിൽ തന്നെ ഇരിക്കുമ്പോൾ ഗാഥയോട് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ വിളിക്കുന്നു. ഗാഥ അന്നേരം എഴുന്നേറ്റ് പോകണു. അപ്പൊ ഇതെല്ലാം കണ്ട് മഹേശ്വരനാണെങ്കിലും മനസ്സ് വല്ലാതെ വിഷമിച്ച് അങ്ങനെ ഇരിക്കാം. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനോടായിട്ടല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്.
മഹേശ്വരന്റെ നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. നെഞ്ചിടിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നെഞ്ചിടിപ്പായിരുന്നു. ഇനി മേലിൽ ഇവളോട് ഇത്തരം ചോദ്യങ്ങൾ ആരും ചോദിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് മഹേശ്വരന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഇവരെല്ലാവരും ഓടിച്ചെന്നു. പെട്ടെന്ന് വല്ലാത്തൊരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ. അപ്പോഴേക്കും ലക്ഷ്മി കൊണ്ടുവന്ന് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ലക്ഷ്മി അങ്ങ് പോയപ്പോഴേക്കും നമ്മുടെ നന്ദ വന്നിട്ട് പറയട്ടെ, എല്ലാവരോടും എല്ലാം വിളിച്ചു പറയട്ടെ എന്ന് മഹേശ്വരനോട് ചോദിക്കാം. എല്ലാവരും കൂടെ വളഞ്ഞിട്ട് കൊത്തിപ്പറിച്ചപ്പോ അത് കേട്ട് പാറ പോലെ നിൽക്കാൻ എങ്ങനെ മനസ്സ് വന്നച്ചാ എന്ന് നന്ദ ചോദിക്കുന്നു. ഇതിലും ഭേദം അവർക്ക് അവളെ കൊന്നുകളയാമായിരുന്നു, അതിനെ വളർത്തേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി അവളുടെ മരണം കണ്ടാൽ പോലും അച്ഛന്റെ നാവ് ചലിക്കില്ല എന്നുള്ളത്. അച്ഛന്റെ മുഖം അത് രക്ഷിച്ചല്ലേ പറ്റൂ എന്ന് ചോദിച്ചപ്പം എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യല്ലേ മോളെ എന്ന് നന്ദയോട് മഹേശ്വരൻ. വല്ലാത്തൊരു ഗതികേടില്ല ഞാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛനും മരുമോളും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. എല്ലാം നോക്കി നടത്തുന്ന ആ പാവച്ചനില്ലേ, അവനെ കൈ അഴിച്ച് സഹായിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ അതിൽ കണക്ക് കൃത്യമായി നോക്കിയാൽ ഞാൻ പെട്ടുപോകുമെന്നുള്ള കാര്യം മഹേശ്വരൻ പറയുക. ദേ, ഈ കുടുംബത്തിലുള്ളവരുടെ മുന്നിൽ ഞാൻ ഒരു കള്ളനായി മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദയോട് മഹേശ്വരൻ പറയുന്നു. ദേ പിങ്കി അവൾ അതൊക്കെ വിളിച്ചു പറയുന്നു പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ നിസ്സഹായതയെല്ലാം മഹേശ്വരൻ തൻ്റെ മരുമകളോട് പറയാം. അപ്പോൾ അച്ഛൻ പേടിക്കൊന്നും വേണ്ട, എൻ്റെ നാവിൽ നിന്നും ഈ രഹസ്യം ഈ കുടുംബത്തിലുള്ള ആരും അറിയില്ല എന്നുള്ള കാര്യം നന്ദ മഹേശ്വരന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.